തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടുകയാണ്. അന്തമില്ലാത്ത തട്ടിപ്പാണ് CSR ഫണ്ടിൻ്റെ പേരിൽ പകുതി വില തട്ടിപ്പ് എന്ന രീതിയിൽ നടന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി പരാതിയുമായി എത്തുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1000-ലേറെ കോടി രൂപയുടെ തട്ടിപ്പ് പലയിടങ്ങളിൽ നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തട്ടിപ്പുകൾക്കെല്ലാം പിന്നിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കളുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഓരോ ദിവസവും പരാതികൾ വരുമ്പോൾ ഓരോരോ നേതാക്കളായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ 3ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. രക്ഷാധികാരിയായി അദ്ദേഹത്തെ നിയമിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പലരും ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ വാർത്തയാണ് ഇന്നത്തെ ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പാതിവില തട്ടിപ്പിൽ അനന്തകൃഷ്ണനുമായി ഇന്ന് തെളിവെടുപ്പ് നടന്നു. വൈറ്റിലയിലെ NGO കോൺഫെഡറേഷൻ പ്രൊജക്ട് ഓഫീസിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അനന്തകൃഷ്ണൻ്റെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ ആദ്യമായി തിയോഫിൻ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റു പ്രതിനിധികൾ പാലക്കാട്ട് നിന്ന് സച്ചിൻ വള്ളിക്കാട്, കോഴിക്കോട് നിന്ന് ചേതൻ സാജൻ, തിരുവനന്തപുരത്ത് നിന്ന് മാനസ എന്നിവരും ഈ വാർത്തയുടെ വിവിധ വിവരങ്ങളുമായി ചേരുകയും ചെയ്യും. ആദ്യം തിയോഫിനിലേക്കാണ്. തിയോഫിൻ, ഇന്ന് അനന്തകൃഷ്ണനുമായി തെളിവെടുപ്പ് നടത്തിയത് എറണാകുളം ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ പറവൂരിലടക്കം നിരവധി സ്ഥലങ്ങളിൽ നിരവധി ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഇന്നെന്താണ് നടന്ന കാര്യങ്ങൾ? എത്ര പേരാണ് പറവൂരിൽ പരാതിയുമായി എത്തിയത്? അവിടെ മാത്രം എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് പെരുമ്പാവൂരിലും പരവൂരിലും അടക്കം എത്ര പരാതികൾ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തിയോഫിൻ. സിജു, ഇന്നിപ്പോൾ പറവൂരിലാണ് സിജു സൂചിപ്പിച്ചതുപോലെ 800-ലധികം പേർ ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. അവിടെ ഒരു ജനസേവാ സമിതിയുടെ പേരിലാണ് അവിടെ തട്ടിപ്പ് നടന്നത്. ഇങ്ങനെ പലയിടങ്ങളിൽ പലതരത്തിലുള്ള സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. ഇതിൽ ഏറ്റവും ആദ്യം വലിയ പരാതിയും അതിനെ തുടർന്നുള്ള അന്വേഷണവും അറസ്റ്റുമെല്ലാം ഉണ്ടായത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. മൂവാറ്റുപുഴയിൽ 9 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു. 1500ഓളം പേർ അവിടെ തട്ടിപ്പിനിരയായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കോതമംഗലത്ത് കേസെടുക്കുന്നത്. ഈ മൂവാറ്റുപുഴ പോലീസ് എടുത്ത കേസിലാണ് മുഖ്യപ്രതിയായ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ നമുക്കൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. മുഖ്യപ്രതി എന്ന രീതിയിൽ അനന്തകൃഷ്ണൻ വരുമ്പോൾ പോലും ഈ NGO കോൺഫെഡറേഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ഈ അനന്തകുമാറാണ്. അനന്തകൃഷ്ണനെ ഒട്ടുമിക്ക പ്രമുഖർക്കും പരിചയപ്പെടുത്തി കൊടുത്തത്. നേതാക്കൾക്കാകട്ടെ വമ്പൻ സ്രാവുകൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ അനന്തകുമാറാണ്. അനന്തകുമാർ 2 കോടി രൂപ പലപ്പോഴായി, അതായത് പ്രതിമാസം ഒരു 10 ലക്ഷം രൂപ വീതം അനന്തകുമാറിന് സ്ഥിരമായി നൽകിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണൻ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ 2 കോടിയോളം രൂപ കൈപ്പറ്റിയ ആളാണ് ഈ അനന്തകുമാറിനാണ് ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ NGO കോൺഫെഡറേഷൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അനന്തകുമാർ ആയിരിക്കണം ഇതിൻ്റെ ഒരു പ്രധാന ആസൂത്രകനെന്നാണ്. കാരണം ഈ അനന്തകൃഷ്ണനെ മുന്നിൽ നിർത്തി അനന്തകുമാർ ആസൂത്രണം ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം അതിന് പോലീസ് അന്വേഷിച്ച് തെളിയിക്കേണ്ടതാണ്. എന്തായാലും മുഖ്യപ്രതി എന്ന നിലയിൽ ഇപ്പോൾ ഉള്ളത് അനന്തകൃഷ്ണൻ തന്നെയാണ്. അനന്തകൃഷ്ണനുമായി വിവിധ സ്ഥലങ്ങളിൽ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്നലെ ഈരാറ്റുപേട്ടയിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഇന്ന് മൂവാറ്റുപുഴ പോലീസ് വൈറ്റിലയ്ക്ക് സമീപമുള്ള ഒരു ഓഫീസ്, ഈ NGO കോൺഫെഡറേഷൻ്റെ അവിടുത്തെ ഒരു പ്രധാന ഓഫീസാണ്. അവിടെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം തമ്മനത്തിന് സമീപമുള്ള ഒരു ഫ്ലാറ്റിൽ അവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. പിന്നീട് പനമ്പള്ളി നഗറിന് സമീപമുള്ള ഒരു ഓഫീസ്, അവിടെയും തെളിവെടുപ്പ് നടത്തി. അതിനുശേഷമാണ് ഈ ഫ്ലാറ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ അശോക അപ്പാർട്ട്മെൻറ്റ് എന്ന ഫ്ലാറ്റാണ്. കൊച്ചിയിലെ നഗരമധ്യത്തിൽ ഹൈക്കോടതി ജംഗ്ഷൻ സമീപമുള്ള ഫ്ലാറ്റാണിത്. ഇവിടെ 2 ഫ്ലാറ്റുകളാണ് അനന്തകൃഷ്ണൻ നേരത്തെ വാടകയ്ക്ക് എടുത്തിരുന്നത്. ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രധാന ഓപ്പറേഷൻ എല്ലാം ഉണ്ടായിരുന്നത്. ഈ ഫ്ലാറ്റുകളിൽ അനന്തകൃഷ്ണൻ്റെ 2 ഫ്ലാറ്റുകളിലായി അനന്തകൃഷ്ണൻ്റെ നിരവധി സ്റ്റാഫുകൾ, 10ഓളം പേർ അനന്തകൃഷ്ണൻ്റെ സ്റ്റാഫാണ്. ഈ NGO കോൺഫെഡറേഷൻ്റെ ഭാഗമായുള്ള സ്റ്റാഫുകളാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നവരാണെന്നാണ് പറഞ്ഞിരുന്നത്. അത്തരം 10ഓളം പേർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ ഫ്ലാറ്റിൽ നിന്നും നമ്മളാണ് ഈ വാർത്തയുടെ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തുവിട്ടത് നമ്മളാണ്. തന്നെയുമല്ല, ഈ കോൺഗ്രസ് BJP നേതാക്കൾക്ക് ഈ സംഭവം തട്ടിപ്പുമായുള്ള ബന്ധത്തെക്കുറിച്ചും വാർത്ത പുറത്തുവിട്ടത് നമ്മളാണ്. കാരണം മറ്റാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്തായാലും പുറത്തുവിടാൻ ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത
വിശദമായി തന്നെ വരുന്നത്. പിന്നീടാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് സിജു. ഇതിനൊരു തട്ടിപ്പിൻ്റെ ഒരു അറ്റം മാത്രമാണ് നമുക്കന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതിന് പിന്നാലെ വരാനിരിക്കുന്നു. സംസ്ഥാനത്ത് ആകമാനം ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നു. എല്ലാ ഒരു താലൂക്ക് പരിധി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെല്ലാം സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് ഈ സൊസൈറ്റികളുടെ പേരിൽ വനിതകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിൽ CSR ഫണ്ട് അനുവദിച്ചുകൊണ്ട് 2 വീലറുകൾ, ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീൻ തുടങ്ങി അങ്ങനെ നിരവധി സാധനങ്ങൾ നൽകുന്നു. അതിനെല്ലാം പകുതി പണം മുൻകൂറായി നൽകി കഴിഞ്ഞാൽ 100 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നൽകുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ പ്രമുഖ നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പല നേതാക്കൾ ഉദ്ഘാടനം BJP കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇതിൻ്റെ പലയിടത്തും പ്രധാന ഇതിൻ്റെ ഒരു ചടങ്ങുകളുടെ ഈ 2 വീലർ വിതരണ ചടങ്ങുകളുടെയൊക്കെ ഉദ്ഘാടകരായിരുന്നത്. അങ്ങനെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിൽ നമുക്കറിയാം നേരത്തെ AN രാധാകൃഷ്ണൻ ഈ ഫ്ലാറ്റിൽ പതിവ് സന്ദർശകനായിരുന്നു. ഇവിടെയുള്ള 2 ഫ്ലാറ്റുകളാണ്. ആ ഫ്ലാറ്റുകളുടെയും ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ നൽകിയിരുന്നതാണ്. അവിടെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഇത് ഓഫീസായി അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി ഈ 2 ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന രേഖകളെല്ലാം ഉണ്ടായിരുന്നത്. ഈ കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഉറപ്പായതോടുകൂടി ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ അനന്തകൃഷ്ണൻ്റെ സ്റ്റാഫുകൾ ഈ രേഖകൾ, അതായത് ഇവർ ഈ ലോൺസ് ഈ സാധനങ്ങൾ നൽകുന്നതിന് മുൻകൂറായി ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. ഈ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. ആ ഗുണഭോക്താക്കളുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന രേഖകൾ, അതിൻ്റെ ഫോമുകൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രേഖകൾ അട്ടിക്കണക്കിന് ലിഫ്റ്റിൽ കയറ്റി മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അറസ്റ്റ് ഉണ്ടാകുന്നതെല്ലാം. അങ്ങനെ ഇവിടെ അതേപോലെ തന്നെ നിരവധി കാറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാറുകളെല്ലാം പിന്നീട് മൂവാറ്റുപുഴ പോലീസ് സീസ് ചെയ്തിരുന്നു. ഏറ്റവും അവസാനം പോലീസ് കഴിഞ്ഞ ആഴ്ച ഇവിടെ പരിശോധനയ്ക്കായി വരുമ്പോൾ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം മൂവാറ്റുപുഴ പോലീസ് ഇവിടെ എത്തി ഫ്ലാറ്റിൽ പരിശോധന നടത്തിയിരുന്നു. നമ്മൾ അന്ന് തന്നെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നതാണ്. അന്ന് ഈ ഫ്ലാറ്റ് പൂട്ടി, അതിന് ഏതാനും ദിവസം മുമ്പ് ഫ്ലാറ്റ് പൂട്ടി മുങ്ങിയ സംഘം ഒറ്റ സ്റ്റാഫുകൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പോലീസിന് പരിശോധനയ്ക്കായി ഫ്ലാറ്റിന് താക്കോൽ എത്തിച്ചു നൽകിയത് ലാലി വിൻസെൻറ്റിൻ്റെ ബന്ധുവാണ്. അതും നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ പലയിടത്തിൽ പല വഴിക്ക് ബന്ധങ്ങളുണ്ട്. 2 കോടി രൂപ അനന്തകുമാർ കൈപ്പറ്റുമ്പോൾ 46 ലക്ഷം രൂപ ലാലി വിൻസെൻറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. ലാലി വിൻസെൻറ്റ് പറയുന്നത് അനന്തകൃഷ്ണൻ്റെ അഭിഭാഷകയാണ് എന്നാണ്. എന്തു തന്നെയാണെങ്കിലും വലിയ പണം തിരിമറി, ഫണ്ട് തിരിമറി ഇവിടെ നടന്നിട്ടുണ്ട്. തന്നെയുമല്ല ഈ NGO കോൺഫെഡറേഷനിൽ CSR ഫണ്ട് വരുന്നു. ഈ CSR ഫണ്ട് ചാരിറ്റി പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ അനുമതിയുള്ളത്, അങ്ങനെ പാടുള്ളൂ. പക്ഷേ അവിടെ വരുന്ന പണം വകമാറ്റുന്നതിന് വേണ്ടി ഇതിൻ്റെ ബൈലോയിൽ 6ാമത്തെ അതിൻ്റെ രേഖ അല്ലെങ്കിൽ 6ാമത്തെ പോയിൻ്റ് അതിനെ തിരുത്തൽ വരുത്തി ഈ അനന്തകൃഷ്ണൻ രൂപീകരിച്ച കമ്പനിക്ക് ഈ കോൺഫെഡറേഷൻ്റെ പണം മറ്റ് കാര്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിക്കാനുള്ള അക്കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരെ